20 വർഷങ്ങൾക്കിപ്പുറം CPIM വേദിയിലെത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥിക്ക് വോട്ടഭ്യർത്ഥിച്ച് പുറത്തൂരിലെ തീപ്പൊരി നേതാവ്. പുറത്തൂരിലെ യുവാക്കളുടെ ആവേശമായിരുന്ന അവകാശ സമര പോരാട്ടങ്ങളിലെ മുന്നണി പോരാളി 20 വർഷങ്ങൾക്കിപ്പുറം CPIM വേദിയിലെത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥിക്ക് വോട്ടഭ്യർത്ഥിച്ച് പ്രസംഗിച്ചു. ചിറക്കലങ്ങാടിയിൽ നടന്ന LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഒരു പദ്ധതിയിലും പെടുത്താത്ത, ഒരു പെൻഷൻ സ്കീമിലും ഇല്ലാത്ത ആൾക്കാർക്ക് സാമ്പത്തികമായി കിട്ടുകയാണ്. അത് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഗുണങ്ങൾ കൊണ്ടല്ല. മറിച്ച് നിങ്ങൾ നോക്കിയാൽ ബാക്കി എല്ലാ മേഖലയും BJP ഭരിക്കുന്ന മേഖലയിലും മറ്റേത് മേഖലകളും എടുത്തു നോക്കിയാലും സാമ്പത്തികമായി സഹായിക്കാൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സഹായിക്കാൻ ഗവൺമെന്റുകൾ തയ്യാറായിട്ടില്ല. ഇല്ല. അവിടെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ വ്യത്യാസം. എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ ഏകദേശം 40,000 കോടി രൂപയുടെ SFI മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, DYFI തിരൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, CPIM പുറത്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്ന കാലത്താണ് KP പ്രശാന്ത് വിദേശത്തേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നത്. KP പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നടന്ന എണ്ണമറ്റ സമരങ്ങളും DYFI നേതാവായിരിക്കെ തിരൂർ കേന്ദ്രീകരിച്ച് നടത്തിയ സമരങ്ങളും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കാണിച്ചിരുന്ന കണിശതയും ഒരു കാലത്ത് പുറത്തൂരിലെ യുവാക്കളെ ഇദ്ദേഹത്തിലേക്ക് ആകർഷിച്ചിരുന്നു. ഇദ്ദേഹം വീണ്ടും ഇടതുപക്ഷ വേദിയിലെത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിക്കുമ്പോൾ സദസ്സിലുണ്ടായിരുന്നവരും ഏറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിച്ചത്. നിളാവിഷൻ പുറത്ത്. ആദവനാട് പഞ്ചായത്തിലെ പുഷ്പലത എന്നുള്ള പഞ്ചായത്ത് സെക്രട്ടറി ഈ കഴിഞ്ഞ 5 കൊല്ലം മുന്നേ UDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് 68 ലക്ഷം രൂപ തട്ടിയെടുത്ത് അവിടുത്തെ മെമ്പർ കുഞ്ഞുട്ടി എന്ന് പറഞ്ഞ ആളുകൾ തട്ടിയെടുത്ത് ഇപ്പോ അന്വേഷണത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ പുറത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് തന്നെ നേർമയുടെ വഴിയിലും സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അതിന് നമ്മുടെ വിശ്വേട്ടൻ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സൗദാത്ത്, ഇവരെല്ലാവരും നമ്മുടെ ഈ പ്രദേശത്തു നിന്ന് വിജയിപ്പിക്കേണ്ടതുണ്ട്. ആ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് സഖാക്കൾ മുഴുവൻ ഒത്തിരി ഇറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു അഭിവാദനം.